ദൈവത്തിന് സ്തോത്രം. പ്രഭാത മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് രാവിലെയും തിരുവചനം കേൾക്കേണ്ടതിന് പ്രാർത്ഥനയോടെ ദൈവപാദപീഠത്തോടടുത്ത് വരുന്ന സകലരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി റോമാലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം വായിക്കുന്നു. റോമർ 8:28. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നു നാം അറിയുന്നു. പ്രിയരെ, ഈ പ്രഭാതത്തിൽ നാം അറിയണം. എന്താ അറിയേണ്ടത്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്കും സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കപ്പെടുന്നു. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കാം. ക്രിസ്തീയ ശുശ്രൂഷയിൽ, ക്രിസ്തീയ ജീവിതയാത്രയിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ജീവിതത്തിലുണ്ടോ? അത് മുഴുവനും നന്മയ്ക്കാക്കി തീർക്കുവാൻ ആരംഭം കയ്പാണെങ്കിലും, ആരംഭം വേദനയാണെങ്കിലും, അത് മുഴുവനും അനുഗ്രഹമാക്കി തീർക്കുവാൻ കർത്താവിന് കഴിയും. റോമാ സഭയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുകയാ, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മുഴുവനും നന്മയ്ക്കുള്ള ചവിട്ടുപടികളാക്കി തീർക്കേണ്ടതിന് കർത്താവിന് കഴിയും. എന്താ കാര്യമെന്നറിയാമോ? നാം നമ്മുടെ ഇന്നറിയുമ്പോൾ നമ്മുടെ നാളകളെ അറിയുന്നവനാണ് ദൈവം. അങ്ങനെയാണെങ്കിൽ നാളുകളിൽ പ്രതിസന്ധികൾക്കകത്ത് ചെന്നുപെടാതിരിക്കേണ്ടതിന് ഇന്നുള്ള തിന്മകളെ പോലും അനുഗ്രഹമാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. നിങ്ങൾക്കറിയാമോ, യോസഫിന്റെ ജീവിതത്തിൽ സഹോദരന്മാർ പൊട്ടക്കിണറ്റിനകത്തിട്ടതും അടിമക്കച്ചവടക്കാർക്ക് വിലയ്ക്ക് വിറ്റതും പോത്തിഫറിന്റെ വീട്ടിനകത്ത് ചെന്നുപെട്ടതും പോത്തിഫറിന്റെ ഭാര്യ കള്ള കഥ പറഞ്ഞു വരുത്തിയതും കാരാഗ്രഹത്തിനകത്ത് അകപ്പെട്ടതുമെല്ലാം യോസഫിന്റെ ജീവിതത്തിൽ നന്മയ്ക്കായി കൂടി വ്യാപരിച്ചു. എന്ന് പറഞ്ഞാൽ യോസഫ് മിസ്രയീമിൽ മന്ത്രിയായി തീരേണ്ടതിന് ഈ വഴികളിലൂടെയൊക്കെ യോസഫ് കടന്നു പോകേണ്ടി വന്നു. അങ്ങനെയാണെങ്കിൽ പ്രിയരെ, കള്ളക്കഥകൾ നിങ്ങളെക്കുറിച്ച് പറഞ്ഞു പരത്തുന്നെങ്കിൽ, പൊട്ടക്കിണറ്റിനകത്ത് തള്ളിയിടേണ്ടതിന് ശത്രു അവന്റെ ഏജന്റുമാരെ ഉപയോഗിക്കുന്നു എങ്കിൽ, പൈശാചിക ശക്തികൾ കൂട്ടം കൂടി ആക്രമിച്ചു ഒതുക്കേണ്ടതിന് പദ്ധതികൾ തയ്യാറാക്കുന്നെങ്കിൽ, ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നവരും ദൈവത്തെ ആരാധിക്കുന്നവരും പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തെ സേവിക്കുന്നവരും ഒരുപോലെ തിരിച്ചറിയട്ടെ, സകലവും നന്മയാക്കി ദൈവം തീർക്കും. ഈ ദിവസങ്ങളിൽ ജീവിതത്തിൽ നഷ്ടങ്ങളുണ്ടോ? ഒറ്റപ്പെടലുകളുണ്ടോ? കുറ്റപ്പെടുത്തലുകളുണ്ടോ? പ്രതിസന്ധികളിലൂടെയാണോ കടന്നു പോകുന്നത്? ഉറപ്പോടെ ഞാൻ പറയാം, ഈ പ്രതിസന്ധികളെല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കപ്പെടും. ഈ ദാവീദിന്റെ ജീവിതത്തിൽ കടന്നു വന്ന സകല പ്രതിസന്ധികളും നന്മയിലേക്കുള്ള വാതിലുകളായി മാറ്റപ്പെടുവാനിടയായി തീർന്നു. പ്രിയരെ, വാസ്തവത്തിൽ തിരുവചനം പഠിച്ചാൽ അറിയാം, ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ കടന്നു വന്ന ചെങ്കടല് പോലും നന്മയായി തീർന്നു. എന്താ കാര്യമെന്നറിയാമോ? ചെങ്കടലില്ലായിരുന്നു എങ്കിൽ മിസ്രയീമ്യ ശക്തികൾ പിന്നെയും ആക്രമിക്കുവാൻ അല്ലെങ്കിൽ പിന്തുടർന്ന് പിടിച്ച്
കീഴടക്കുവാനിടയായി തീരുമായിരുന്നു. എന്നാൽ ഒരു രാത്രി ചെങ്കടൽ അവരെ ഭയപ്പെടുത്തിയെങ്കിലും, ചെങ്കടല് വേദനയായവരുടെ മുൻപിൽ കിടന്നെങ്കിലും, ചെങ്കടലിന്റെ നടുവിൽ ഒരു വലിയ വഴിയെ തുറന്ന് ദൈവം തന്റെ ജനത്തെ മറുകര എത്തിക്കുകയും അതേ ചെങ്കടല് തന്നെ മിസ്രയീം സൈന്യത്തിന് ന്യായവിധിക്ക് കാരണമായി തീർന്നു. ഉറപ്പോടെ വിശ്വസിക്കുക, 2026 പ്രതികൂലങ്ങളും പ്രതിസന്ധികളുമുണ്ടോ, പ്രശ്നങ്ങളുണ്ടോ, കയ്പിന്റെ അനുഭവങ്ങളുണ്ടോ, തിരസ്കരണങ്ങളുണ്ടോ, അതെല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുവാൻ കരുത്തുള്ള ദൈവത്തെയാ നാം സേവിക്കുന്നത്. ആമേൻ. കാനാവിൽ കല്യാണ വീട്ടിൽ വീഞ്ഞു തീർന്നു പോയത് നിശ്ചയമായിട്ടും നന്മയ്ക്കായി തീർന്നു. ഇന്നും ആയിരക്കണക്കിന് പേർ തീർന്നു പോയ വീഞ്ഞിനെ കുറിച്ചല്ല കേൾക്കുന്നത്, പച്ചവെള്ളം വീഞ്ഞായി തീർന്ന അത്ഭുതകരമായ ദൈവപ്രവൃത്തിയെയും ദൈവത്തിന്റെ മഹത്വത്തെയും വർണ്ണിക്കുന്നു. ആമേൻ. സകലവും നന്മയ്ക്കാക്കി തീർക്കുവാൻ കരുത്തുള്ളവനാണ് നമ്മുടെ ദൈവം. ചെകിടൻ വിടുവിക്കപ്പെട്ടതും കുരുടൻ കാഴ്ച പ്രാപിച്ചതും രക്തസ്രാവക്കാരത്തിയുടെ രോഗം മാറിയതുമെല്ലാം തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നല്ലോ. അവർക്കെല്ലാം പറയുവാനായി കഴിയും, ഒരു മാത്ര ഈ രോഗങ്ങൾ അവരെ ഞെരുക്കിയെങ്കിലും, പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയി എങ്കിലും, ദൈവപുത്രൻ അവരെ വിടുവിച്ചതുകൊണ്ട്, രക്ഷിച്ചതുകൊണ്ട് അതെല്ലാം വലിയ സാക്ഷ്യത്തിന് കാരണമായി നന്മയ്ക്കുള്ള മുഖാന്തരങ്ങളായി തീർന്നു. അങ്ങനെയാണെങ്കിൽ ഈ പ്രഭാതത്തിൽ അനുഭവിക്കുന്ന രോഗം, കടഭാരം, പ്രതികൂലങ്ങൾ, ഒറ്റപ്പെടുത്തലുകൾ, കള്ള കഥ പറഞ്ഞ് ശത്രു പരത്തുന്ന അനുഭവങ്ങൾ, അതെല്ലാം ഉയർച്ചയ്ക്ക്, നന്മയ്ക്ക്, അനുഗ്രഹത്തിന്, വിടുതലിന് കാരണമായി തീരും. ഞാൻ ആവർത്തിച്ചു പറയാം, ഇന്നിന്റെ പ്രതികൂലങ്ങൾ തകർച്ചയ്ക്ക് കാരണമായി തീരത്തില്ല. ഇന്നുള്ള പ്രതിസന്ധികൾ നന്മയുടെ വാതിലുകളാക്കി മാറ്റുവാൻ കർത്താവിന് കഴിയും. ആമേൻ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ തീച്ചൂള നന്മയുടെ വഴിയായി തീർന്നു. സിംഹത്തിന്റെ കൂട് ദാനിയേലിന്റെ ജീവിതത്തിൽ മാനിക്കപ്പെടുവാനുള്ള ഇടമായി തീർന്നു. പത്മോസിൽ യോഹന്നാൻ കടന്നു പോകുമ്പോൾ ആദ്യത്തെ സമയം ഒരുപക്ഷെ ഹൃദയത്തിനകത്ത് ഭയം കയറി കാണും, ആകുലതയുണ്ടായി കാണും. എന്നാൽ പത്മോസിൽ കർത്താവ് ഇറങ്ങി വന്നപ്പോൾ അത് നന്മയുടെ ഇടമായി, വെളിപ്പാട് പ്രാപിച്ചെടുക്കുവാനുള്ള സ്ഥലമായി മാറി. എൻ്റെ പ്രിയരെ, ഇന്ന് പ്രഭാതത്തിൽ ഹൃദയത്തെ കീറിക്കളയുന്ന, ഹൃദയത്തെ മുറിക്കുന്ന പ്രതിസന്ധികളുണ്ടോ? നന്മ ചെയ്തിട്ട്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട്, ദൈവവചനം ശുശ്രൂഷിച്ചിട്ട് പ്രതിസന്ധിയാണോ സമൂഹത്തിൽ നിന്ന് കിട്ടിയത്? വേദനയാണോ കിട്ടിയത്? പ്രശ്നങ്ങളാണോ ജീവിതത്തിലുള്ളത്? ഈ തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. രണ്ടാമത്തെ കാര്യം, നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് സകലവും 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 നന്മയ്ക്കായി കൂടി വ്യാപരിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ തിന്മ എന്ന് പറഞ്ഞ് പിശാച് ചിരിക്കുന്നത്, പകർച്ച എന്ന് പറഞ്ഞ് പിശാച് ചിരിക്കുന്നത്, നാളുകളിൽ നന്മയുടെ, വിടുതലിന്റെ, അത്ഭുതത്തിന്റെ, അനുഗ്രഹത്തിന്റെ മുഖാന്തരങ്ങളാക്കി സ്വർഗം മാറ്റാൻ പോകുകയാണ്. ഞാൻ ഉറപ്പോടെ വിശ്വസിക്കുന്നു, ഈ ദിവസങ്ങളിൽ ദൈവ പ്രവൃത്തി ചിലരുടെ ജീവിതങ്ങളിൽ വെളിപ്പെടാനായി പോകുകയാണ്. തോറ്റുപോയത്, കടഭാരം വന്നത്, വേദനകളിലൂടെ കടന്നു പോകേണ്ടി വന്നത്, തിന്മ എന്ന് പറഞ്ഞ് ലോകം കൈയടിക്കുമ്പോൾ, പരാജയപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് ലോകം പുച്ഛിക്കുമ്പോൾ, തിരുവചനം എഴുതിയിരിക്കുന്നത്, തിന്മയെ നന്മയാക്കാൻ കഴിവുള്ളവൻ, മാറയെ മധുരമാക്കാൻ കഴിവുള്ളവൻ, മരണത്തെ ജീവനാക്കാൻ കഴിവുള്ളവൻ, ഇല്ലായ്മയെ നിറവാക്കാൻ കഴിവുള്ളവൻ ഇന്ന് പ്രഭാതത്തിൽ ആമേൻ നമ്മോട് പറയുകയാ, സകല ആമേൻ തിന്മയെയും നന്മയാക്കി ദൈവം മാറ്റും. ജീവിതത്തിന്റെ കയ്പുകളെ വലിച്ചെടുത്തിട്ട് പ്രതിസന്ധികളെ എടുത്തു മാറ്റി പുത്തൻ വഴികളെ തുറന്നു തരുവാൻ
കരുത്തുള്ള മഹാദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ, വേദനകളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ, കുഞ്ഞുങ്ങളെ കുറിച്ച്, കുടുംബത്തെ കുറിച്ച്, ഉപജീവന മാർഗത്തെ കുറിച്ച്, ഭാവിയെ കുറിച്ച്, നിലനിൽപ്പിനെ കുറിച്ച് ആകുലതയോടെ സ്ട്രഗിൾ ചെയ്യുന്ന അനുഭവത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി തിരുവചനം ആമേൻ എഴുതിയിരിക്കുകയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്കും കണ്ണിന്റെ മുൻപിൽ ഇന്ന് കിടക്കുന്ന പ്രശ്നങ്ങൾ, ജീവിതത്തിൽ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ നന്മയ്ക്കായി കൂടി വ്യാപരിക്കപ്പെടുവാനായി പോകുന്നു. പ്രാർത്ഥിക്കാമോ ദൈവത്തോട്? സകല പ്രതിസന്ധികളും ആമേൻ വഴികളായി മാറാനായി പോകുക. മുൻപിൽ നിൽക്കുന്ന മഹാപർവ്വതം സമഭൂമിയായി മാറാനായി പോകുക. ആമേൻ. മരുഭൂമിയിൽ വഴിയെ തുറക്കാൻ, മരുഭൂമിയിൽ വെള്ളം തരുവാൻ, മരുഭൂമിയിൽ മേശയൊരുക്കുവാൻ കരുത്തുള്ള ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് വിടുതലിനായി, അനുഗ്രഹത്തിനായി, ഈ ദിവസത്തിന്റെ നന്മയ്ക്കായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ. കരുണയുള്ള കരങ്ങളിൽ വഹിക്കും, സ്ഥിതികളെ മാറ്റും. ആരെങ്കിലും പ്രതിസന്ധികൾ അനുഭവിച്ച് ഭാരത്തോടെ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ യേശുവിൻ നാമത്തിൽ ദൈവത്താൽ വിടുവിക്കപ്പെടട്ടെ. ദൈവം അത് ചെയ്യുന്നത് കൊണ്ട് നന്ദി. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.